കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. മുഖ്യമന്ത്രിയാവാൻ കോൺഗ്രസിൽ അഭ്യാസമാണ്. 3 പേർ മുഖ്യമന്ത്രിയാവാൻ പരവശപ്പെട്ട് നടക്കുകയാണ്. ഇടതുമുന്നണി തോറ്റാൽ ജനാധിപത്യം തോൽക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ലീഗ് അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. കോൺഗ്രസിൽ ആരാണ് ആകേണ്ടതെന്ന് ഘടകകക്ഷിപ്പെട്ട ലീഗിനെ കൂട്ടുള്ള ആളുകൾക്ക് പറയാമോ? അറിയതല്ല. കോൺഗ്രസിൽ ആരാകണമെന്ന് കോൺഗ്രസ്സുകാരാ പറയേണ്ടത്. അതിന് ലീഗ് മുൻകൂട്ടി ഇന്നാളായിരിക്കണം എന്നൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നതല്ല. ഇവിടെ ഒരു UDF ഭരണം വന്നാൽ ലീഗ് ഭരിക്കുന്നതിൻ്റെ അർത്ഥം ലീഗിൻ്റെ ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അരാജകത്വം വല്ലതും ഉണ്ടാകുമോ? എക്സിറ്റ് പോൾ സർവേ ഫലം എപ്പോഴും ശരിയാവണം എന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും LDF അധികാരത്തിൽ വരുമെന്നാണ് കരുതുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. സർവേ ഫലം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അതിൽ തെറ്റായും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് 4-ാം തീയതി വരെ കാത്തിരുന്നിട്ടെന്ന് ഫലം പറയുന്നതല്ല ഒന്നൊരു ഭംഗി. ഞാൻ കണക്കൂട്ടുന്ന ഒരു ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി ഗവൺമെൻറ് വരുമെന്നാണ്. ഒരുപക്ഷെ എൻ്റെ ആഗ്രഹമായിരിക്കാം. തെറ്റാകാൻ ശരിയാകാം. കൂടുതൽ വിവരങ്ങളുമായി അമൽ സുരേന്ദ്രൻ ചേരുകയാണ്. അമൽ, എന്തായാലും ഈ ഘട്ടത്തിൽ പോലും വെള്ളാപ്പള്ളി നടേശൻ LDF വരും എന്ന് തന്നെയുള്ള പ്രതീക്ഷ പറയുകയാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് PD സതീശനൊക്കെ ഒരു പിന്തുണ ആ തരത്തിൽ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് ലീഗായിരിക്കും എന്ന തരത്തിലുള്ള വിമർശനവും. രുചീഷ്, ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ കുറച്ച് നാളുകൾക്ക് മുന്നേ തൊട്ട് തന്നെ മുസ്ലിം ലീഗിനും BD സതീശനുമെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയതാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പോലും തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന് മുസ്ലിം ലീഗിനും സതീശനുമെതിരായിട്ടുള്ള കടന്നാക്രമണം ഒട്ടും കുറയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ ലീഗാണ്. അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ. പ്രത്യേകിച്ചും മാറാട് കലാപം പോലും വീണ്ടും ആവർത്തിക്കും ഒരു സ്ഥിതി UDF അധികാരത്തിൽ വന്നാൽ ഉണ്ടായേക്കും. ലീഗിന്റെ അരാജകത്വമായിരിക്കും UDFന് അധികാരം ലഭിച്ചാൽ പിന്നീട് ഉണ്ടാവുക. ഏതായാലും 3 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണത്തിന് വേണ്ടിയിട്ടാണ് UDFൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാകുവാൻ വേണ്ടിയിട്ടുള്ള വടംവലി മത്സരം നടക്കുന്നത്. അതിൽ 3 പേരാണ് കൂടുതലായും നടക്കുന്നത്. ഈ 3 പേരെ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള അധികാരത്തിൽ വടംവലിയെ കുറിച്ചും പോലും പരിഹാസ രൂപേണയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വരണമെന്ന് തന്നെയാണ് താൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചില കുറ്റങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. പക്ഷേ തോറ്റാലും ജയിച്ചാലും തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ തന്നെ കോൺഗ്രസിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ തന്നെ നിരാശനാക്കുന്നുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. രജീഷ്, തുടർ ഭരണമോ ഭരണമാറ്റമോ? കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.